ഇനി നമ്മുടെ ബാബുരാജ് മാസ്റ്ററുടെ ഹിറ്റ്സില് ഒന്ന് പോയേ എന്ന് പറയുന്ന ഒരാള് വരാൻ പോവാണ്. ഒന്ന് പോയ അവിടുന്ന് അതെ, ഒറ്റ അടി വെച്ച് ഒരു കേട്ടോ ഞാൻ. പോണിട്ടേൽ അങ്ങനെയൊക്കെ പറയുന്നു. നമ്മുടെ ആൻസറെ കുട്ടി എത്തുന്നു. വെൽക്കം ആൻസർ ഓൺ സ്റ്റേജ്. ഇതാരിത്? ഉടുപ്പൊക്കെ കണ്ടോ? എല്ലാരും ഈ ഹാഫ് ഹാഫാ ഉടുപ്പ്. ഇത് കൊള്ളാം ഈ ഉടുപ്പ്. അല്ല ഇത് ഭയങ്കര വെറൈറ്റി. നല്ല രസം. റിമാൻഡിനാണ് ബ്ലാക്ക് ഉണ്ട്. ഇത് ബ്ലാക്ക് ഒന്ന് പോയ അവിടുന്ന് ഒരു ബന്ധമില്ല. അത് പച്ചയാ. എന്തോണ് ഇതിവിടെ ബ്ലാക്ക് ഉണ്ട്. അത് പച്ചയാ. ഇത് പച്ചയാടാ. അത് കണ്ണും കാണാൻ വയ്യ ഇപ്പോഴ്. എനിക്ക് കാണാം. ഇതെന്താ ചെരുപ്പില്ലയോ? ചെരുപ്പില്ല, പണ്ടത്തെ കാലമേ പറഞ്ഞു. ഓ പണ്ടത്തെ പണ്ടത്തെ കാലല്ലേ? കാലത്ത് ചെരുപ്പില്ല. ചെരുപ്പൊന്നുമില്ല. ഇതെന്തോ ചെലങ്ക കാലില്. പണ്ടത്തെ കാലത്ത് ഇടും. പണ്ടത്തെ കാലത്ത് അങ്ങനെയാ. കാലത്തിലും പാദസരം. കാരണം രാത്രി ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി വീട്ടുകാരിടുന്ന അറിയണമല്ലോ, ശബ്ദം ഒച്ച കേൾക്കും. കേക്കാനോ? അപ്പൊ ഉടുപ്പ് കൊള്ളാം, ചെരുപ്പില്ലാത്ത കൊള്ളാം, ചെലങ്ക കൊള്ളാം, എല്ലാം കൊള്ളാം. ഏത് പാട്ടാ? വെള്ളിച്ചീലങ്ക ഇത് നമ്മുടെ ഗായുവിനെ പറ്റി ഒന്നും പറയണില്ലേ? എന്താ എന്താ ഒരു ഉമ്മ. ഒന്നും പറയാത്ത എന്താ? മോളുടെ വോയിസ് ഗായത്രി ആന്റിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ക്യൂട്ട് പോലെ തോന്നിയ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ്. ഇങ്ങനെ അങ്ങനെ അല്ലല്ലോ ഗായു പറഞ്ഞ നേരത്തെ. ഇപ്പൊ വരെ പറഞ്ഞു എന്തോ ഇപ്പൊ പറഞ്ഞ എന്തോ എന്തോ ഒരു കുഴപ്പമുണ്ടോ ചിരട്ടയിലിട്ട് ഇങ്ങനെ ഒരച്ച പോലാണ്. എന്നോട് പറയും എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്നൊക്കെ. ആര് പറയണതാ മോള് വിശ്വസിക്കുന്നത്? ആന്റിയെ അതാണ് മനസ്സിലായ ആരെ 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 ഗായുവിനെയോ? ഗായു. ഏയ് ആരും നോട്ടി പറയാൻ പറ്റൂല. നോട്ടി ആവരുത് കേട്ടോ. നോട്ട് നോട്ടി. ചെയ്യാം, നോട്ട് ചെയ്യാം. ആ നല്ലതാണ്. പക്ഷെ മോളുടെ വോയിസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ് കേട്ടോ. ക്യൂട്ട് ക്യൂട്ട്. ക്യൂട്ട്. ക്യൂട്ട് പോലെ. ഓഫ് കോഴ്സ് ആള് ഫുൾ ക്യൂട്ടാണ്. ഈ ചിരട്ട തറയിലിട്ട് ഒരയ്ക്കുന്ന പോലത്തെ അല്ലേ? നല്ല ക്യൂട്ട് പോലത്തെ അല്ലേ? ഒരു സംശയം അങ്ങനെയാണോ? മക്കളെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ്, നല്ല ശബ്ദം. ബ്യൂട്ടിഫുൾ വോയിസ് ആണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് എനിക്ക് അറിഞ്ഞൂടാ. ആ അപ്പൊ എഴുതിയത് അറിഞ്ഞൂടാ. സിംഗർ യേശുദാസ് സാർ. ഇത് ആരുടെ റൗണ്ടാ ഇത്? MS ബാബുരാജിന്റെ. അയ്യോ, ഒരു അപ്പൊ അതിന്റെ മ്യൂസിക് MS ബാബുക്കെ അല്ലേ? അല്ലേ ബാബുക്കെ അല്ലേ? ആദ്യം മറന്നുപോയതാ. മറന്നുപോയതാ. ഓക്കെ. സിനിമയോ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. കാട്ടു തുളസി. ഏ? കാട്ടു തുളസി. കാട്ടുതുളസിയാ? നിങ്ങൾ എന്നാ നീ പറയണേ? ഒന്ന് പോയേന്ന്. തല്ലും കേട്ടോ. കാട്ടുതുളസി എങ്ങനെ വന്നെ? അതിന്റെ ഉള്ളിൽ അങ്ങനെ തുളസി വരാൻ? കാർട്ടൂണല്ല, കാട്ടു തുളസി. കാട്ടു തുളസി. കാർട്ടൂൺ തുളസി. മക്കളെ കാട്ടു തുളസി. മ്യൂസിക് ബാബുക്ക, അതായത് MS ബാബുരാജ്. ബാബുക്കേ? അതെ. എഴുതിയത് വയലാർ അവർക്ക് എന്തോ ഒരു പീരിയഡായി നീറ്റായിട്ടൊന്ന് കിടക്കാൻ. പറയോ? എനിക്ക് ബാബുക്ക ഒരു നീറ്റായിട്ടൊന്ന് പറയോ? MS ബാബുരാജ് സാർ. നിങ്ങൾ ഇങ്ങനെ തെറ്റിക്കല്ലേ ഇങ്ങനെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പേര് പറ. പെണങ്ങണ്ട തല്ലെടുത്തൊക്കെ മാറ്റി. MS ബാബുരാജ് സാർ. ഓക്കെ. എന്താ? പിന്നീട് പാടിയത് ദാസേട്ടൻ. ആ. ഓക്കെ. വർഷം 1965. ആ മിടുക്കി. അത് മാത്രം ഓർത്ത് വെച്ചു, ബാക്കി എല്ലാം തലേന്ന് പോയി. പിന്നെ വേറെ കാര്യം, ഇതിനകത്ത് ഒരു ഉഗ്രം പാട്ടുണ്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നകാന്തോദാര്. അത് ഇത് കഴിഞ്ഞിട്ട് പാടി. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ അല്ല. മഞ്ചാടിക്കിളി മൈന. ഇനി പാടണ്ട. അത് വേറെ പാട്ട്. പാട്ടിങ് വേണ്ട. ഒരു പാട്ട് മതി ഇത്. പിന്നെ വേറെ ഉഗ്രം പാട്ടുണ്ട്. വെള്ളിച്ചിലങ്കയൻ. അത് ഞാൻ പാടുന്ന പാട്ടല്ലേ? വേണ്ട, നമുക്കത് ഫുള്ള് പാടാം. ഇപ്പൊ തന്നെ പാടാം. വെള്ളിച്ചിലങ്കയ അവര് ഫുള്ള് പാടുന്നു. കൊണ്ടൊരു പെണ്ണ് പഠിക്കോ? ഞാൻ അപ്പോഴേക്കും വരും. വലുനാടൻ അപ്പൊ നമുക്ക് പാടാൻ പറ്റുമോ? ഒരു ഓൾറെഡി പാടാം. അത് രാത്രി പള്ളിക്കുടിലിനുള്ളിൽ മതി, 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 മതി. ഇരുന്നു വന്ന മനസ്സിലായി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അടുത്ത് വരാം. നിർത്താൻ പറ. പാടി തീർക്കൂട്ടോ. ഇതൊന്നും പറഞ്ഞ് കൊണ്ടുവരുന്നു പോയെന്നെ പെണ്ണ് പള്ളുനാടൻ അല്ല, പാടണ്ട. പാടി. അത് പോയെന്നെ മതി, മതി, നിന്റെ മതി, മതി, പള്ളിക്കുടിലിൽ മതി. അയ്യോ. ഒരു പൂക്കുറ്റി അടിച്ചു വിടാം. മോള് ഒരു പാടണ്ട. പൂക്കുറ്റിയ ജെഞ്ചിങ്ങൾ ഇപ്പൊ പാടിയില്ലേ? എന്നാ ഞാൻ ജഡ്ജായിട്ടിരിക്കാം. നിങ്ങൾ രണ്ടുപേരും അല്ല ഇനി കഴിഞ്ഞു. നിങ്ങൾ വേണ്ട ഇങ്ങോട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അല്ല അതന്നെ ഞാൻ പാടിക്കഴിഞ്ഞു. ഇനി വേറെ പാട്ട് വാ, വേറെ പാട്ട്. അത് ഇത്തിരിയല്ലേ പാടിയേ? എന്നെ പാടിക്കാൻ സമ്മതിച്ചില്ലല്ലോ. ആ നിർത്ത് നിർത്ത് നിർത്തുന്ന പറഞ്ഞ് നിർത്തി. നിർത്തിയില്ലല്ലോ. അതടെ വരുന്നു. ഞാൻ അവിടെ ഇരിക്കാം സുഖമായിട്ട്. ഹായ്. പാട്ടൊക്കെ ഇരിക്കുന്ന കേട്ടിരിക്കാം. നല്ല സുഖം കേട്ടോ, നല്ല സുഖം. ആൻസർ കുട്ടിക്ക് എല്ലാം പോയി കിടക്കുക, സകലത് ഇളകി കിടക്കുക. അപ്പൊ തുടങ്ങാൻ നോക്ക്. തുടങ്ങാം.
ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി താങ്ക് ബെസ്റ്റ്. യു. വെള്ളിച്ചിലങ്കയാണിഞ്ഞും കൊണ്ടൊരു പെണ്ണ, വള്ളുവനാടൻ പെണ്ണ, എന്റെ വള്ളിക്കുടിലിനുള്ളിലിന്നലെ വിരുന്നു വന്നു, വെറുതെ വിരുന്നു വന്നു. വെള്ളിച്ചിലങ്കയാണിഞ്ഞും കൊണ്ടൊരു പെണ്ണ, വള്ളുവനാടൻ പെണ്ണ. കാതിലോല കക്കയണിഞ്ഞ കല്ലുമാല മാറിലണിഞ്ഞ കന്നിമണ്ണിൽ കാൽവിരൽ കൊണ്ടവൾ കളം വരച്ചു, ഓ കളം വരച്ചു. വെള്ളിച്ചിലങ്കയാണിഞ്ഞും കൊണ്ടൊരു പെണ്ണ, വള്ളുവനാടൻ പെണ്ണ. നാണമെങ്ങും പൊട്ടി വിരിഞ്ഞു, നാവിൽ നിന്നും മുത്ത് കൊഴിഞ്ഞു. കരളിനുള്ളിൽ കൺമുന കൊണ്ടവൾ കവിത കുറിച്ചു, ഓ കവിത കുറിച്ചു. വെള്ളിച്ചിലങ്കയാണിഞ്ഞും കൊണ്ടൊരു പെണ്ണ, വള്ളുവനാടൻ പെണ്ണ. കാറ്റുവന്ന കിക്കിളി കൂട്ടി, കാട്ടുകൈത കണ്ണുകൾ പൊത്തി, ഓ കാറ്റുവന്ന കിക്കിളി കൂട്ടി, കാട്ടുകൈത കണ്ണുകൾ പൊത്തി. മാൻകിടാവേ നീ മാത്രമെന്തിനു മറഞ്ഞു നിന്നു, എന്തേ മറഞ്ഞു നിന്നു. വെള്ളിച്ചിലങ്കയാണിഞ്ഞും കൊണ്ടൊരു പെണ്ണ, വള്ളുവനാടൻ പെണ്ണ, എന്റെ വള്ളിക്കുടിലിനുള്ളിലിന്നലെ വിരുന്നു വന്നു, വെറുതെ വിരുന്നു വന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആൻസർ കുട്ടി ആ കലക്കി കേട്ടാ. താങ്ക് യു. ആ മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് ആ കാട്ടു തുളസി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വന്ന്. പാട്ട് മാത്രം മോള് നോക്കി ആസാദ്യമായിട്ട് പാടി. ആ എന്താ ഞാനങ്ങനെ അസാധ്യമായിട്ട് പണിയെന്ന് ആന്ന് പറഞ്ഞു. എന്താ വായി തുറന്നിരിക്കണേ? ആന്ന് പറഞ്ഞു. ഒരു താങ്ക് യു എന്ന് പറയണ്ടേ? ആ താങ്ക് യു എന്ന് പറഞ്ഞല്ലോ ആദ്യം. എപ്പോ? ഒറ്റ പ്രാവശ്യം അതൊക്കെ പാട്ട് പറയും. തുടങ്ങുന്നതിന് മുമ്പോ അല്ല എനിക്ക് എന്നെ ഒന്നുകൂടെ പറയാ. സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു. ആ അങ്ങനെ വാ. താങ്ക് യു. പിന്നെ മോൾ ആദ്യത്തെ പല്ലവി പാടിയപ്പോ വെറുതെ വിരുന്നു വന്നു. അതൊന്ന് ഷാറ്റർ ചെയ്തു. കാറ്റ് വന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഓ എന്നുള്ളൊരു പോർഷൻ ഇല്ലേ? കറക്റ്റ്. ഇപ്പൊ കറക്റ്റ് ആയി. നേരത്തെ പഠിപ്പോ മോള് വേറെ എന്തൊക്കെയോ നോട്ട്സ് വന്നങ്ങ് പോയി. കുഴപ്പമില്ല. അതിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? തെറ്റിയത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ഒരു കുതിരപ്പുറത്ത് കയറണോല്ലേ ചെണ്ട് കിടണ്ട. അല്ല ആര് പറഞ്ഞു ഇങ്ങനെ ഇതെടുക്കാൻ? ഞാൻ വന്ന് പറഞ്ഞായിരുന്നു മോളെ ഇത് പാടണേ എന്ന് പറഞ്ഞിരുന്നില്ല. സ്വന്തമായിട്ട് പാട്ടെടുത്തോണ്ട് വന്നിട്ട് എന്നാ സ്പീഡായത്. എന്തേലും പറയാൻ സമ്മതിക്കണ്ടേ അല്ലേ? അപ്പൊ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ കേട്ടോ.
അപ്പൊ ആ സ്പീഡിൽ കുതിരപ്പുറത്ത് പോയോണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. എന്തായാലും നന്നായിരുന്നു കേൾക്കാൻ. ഓൾ ദ ബെസ്റ്റ്. എല്ലാ കൊള്ളായിരുന്നു. കാറ്റ് വന്ന് കിക്കിളി കൂട്ടി കാട്ട് കഴുതാന്ന് പാടിയോ? കഴുതേ അങ്ങനെ പാടിയാ? പാടി പാടി പാടി. പാടി അങ്ങനെ തന്നെ കേട്ടെ എനിക്ക്. നിങ്ങൾ എങ്ങനെയാണ് കേട്ടെ? അല്ല ക്ലാരിറ്റി ഇല്ല. വെറുതെ നോട്ടി പറയില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ല ഒന്ന് പാടി പാടിക്കേ കേക്കട്ടെ. കേക്കട്ടെ. എന്റെ തെറ്റാണെങ്കില് കാറ്റ് വന്ന് കിക്കിളി കൂട്ടി കാട്ടുകഴുത അല്ലേ? കഴുതേന്നല്ല കാറ്റ് വന്ന് കിക്കിളി കൂട്ടി കൈതാന്ന് കൈതയല്ല. കൈ താന്നല്ലേ? കൈ തരാൻ അല്ലെ കഴുതാന്ന് ആദ്യം പാടി കൺഫ്യൂഷൻ ആയില്ല. ഇല്ല പിന്നെ കൈതയെന്ന് പാടി. ഇല്ല കേട്ടാ ചിലപ്പോ ഡോങ്കിനെ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ? ഇഷ്ടല്ലേ? ഇഷ്ടമല്ല അയ്യോ ഡോങ്കി നല്ല കേട്ടോ. എനിക്ക് പൂച്ചേനെ ഇഷ്ടം. കാട്ടുപൂച്ച കണ്ണുകൾ അങ്ങനെ പാടി. അതൊക്കെ ആയിരുന്നല്ലേ? അല്ല ഏറ്റവും ഇഷ്ടമുള്ള മൃഗം ഏത്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പെറ്റ്സ് പൂച്ചയാണ് അല്ലേ? ആ കുഞ്ഞു പൂച്ച കുഞ്ഞു പൂച്ച. അതിന്റെ ഒച്ച ഒച്ച എങ്ങനെ അതിന്റെ കുഞ്ഞു പൂച്ചയുടെ? നോക്കട്ടെ. ഈ പെറ്റുണ്ടോ? എനിക്ക് പറ്റില്ല, അതൊക്കെ പോയി എവിടെയോ പോയി. ഓടിപ്പോയല്ലേ? അതെങ്ങനെ ആ, ഇവിടെ ഉപദ്രവിക്കും. അതിന്റെ വാലെ പിടിച്ച് വലിക്കും, മൂക്കില് വിരല് കയറ്റും. മൂക്കില് വിരല് മൂക്കില് ആ ഇതൊക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നല്ലേ? പൂച്ചയുടെ പൂച്ചേനെ. എനിക്ക് അതല്ലയോ ജോലി. അല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടേ പൂച്ചയുടെ മൂക്കില് വിരല്? അല്ല അതുകൊണ്ടാ പൂച്ച ഓടിപ്പോയത്. അയ്യേ. ആ എന്തായാലും പാട്ട് കലക്കി. അതിന്റെ 2 സംഗതികളുണ്ടായിരുന്നു. ആ 2 സംഗതി എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് എന്താന്നറിയില്ല. പിന്നെ എനിക്കൊക്കെ പറ്റും. പറ്റും. അതായത് എന്റെ തെറ്റായി പോയി. അത് ഞാൻ എന്റെ ഒരു Mistake അത്. ആ കുഴപ്പമില്ല. പക്ഷെ സോറി കേട്ടോ, ഞാൻ 3 തെറ്റിദ്ധരിച്ച. പേരെടുത്ത് ക്ഷമിച്ച്. ശരി കുഴപ്പമില്ല. ക്ഷമിച്ചു. പിന്നെ ആ ഓയും കറക്റ്റ് ആയിട്ട് കിട്ടി. കലക്കി കേട്ടോ, അവിടെ 2ഉം കലക്കി. പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു. ഏയ് സാഡ് ആവണ്ട. പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു. നല്ലതാ പറഞ്ഞത്. നല്ലതാ. സാടാവേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന്. അല്ല തെറ്റെന്ന് പറഞ്ഞത് അതാ. പക്ഷെ അടിപൊളിയായി കേട്ടോ. വിചാരിച്ചില്ല ഇത്ര നന്നായി പാടൂന്ന്. ആൻസർ കുട്ടി എന്ത് കലക്കി പാടിയില്ലേ? മോളുടെ വോയിസ് കേൾക്കുമ്പോ ആന്റിക്ക് സുശീലാമ്മയുടെ വോയിസ് ഓർമ്മ വരിക. നല്ലൊരു അതായത് സുശീലാമ്മയുടെ ഫാൻ ആയിരിക്കും. അതുകൊണ്ടാ ഒന്നും പറയാൻ നിർത്തിയില്ലല്ലോ. അതെ മോളെ അതെ. സുശീലാമ്മയുടെ വീട്ടിലാ താമസിക്കുന്നത് അവിടുത്തെ ഫാനാ. അതായത് വെള്ളി ചിലങ്കയാണ് ഇട്ടിരിക്കണെന്ന് വെച്ചാലും ആൻസർ കുട്ടിയുടെ വോയിസ് എന്താണ്? ഗോൾഡ്. ഗോൾഡ് തന്നെ എന്റെ വായിലില്ലല്ലോ. അതെ, പക്ഷെ വോയിസ് ഗോൾഡ് ആണല്ലോ. ഇവള് വലുതാവുമ്പളേ അച്ഛനമ്മ ഒന്ന് സൂക്ഷിച്ചു കേട്ടോ. നിങ്ങളെ വരപ്പിക്കണത് ഒരാളല്ലേ ഉള്ളു. മതി അച്ഛനെ അമ്മയും വല്ലതും ചെയ്ത വഴക്ക് പറഞ്ഞാല് അവിടെ എന്ത് ചെയ്യും മീനുട്ടി? വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. കുഞ്ഞു ചൂല എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ എന്ത് നമ്മളെത്ര ചൂലെടുത്തോണ്ട് വരാം. എന്തിനാ ഇത് പറഞ്ഞത്? നമുക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. ശരി, കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. തൃപ്തിയായി. കലക്കി. നല്ലതായി. അടിപൊളി. മോള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങക്ക് തൃപ്തിയായി. തൃപ്തിയമായി. അതെ, നമുക്ക് എത്ര മാർക്ക്? 90? വേണ്ട 80. 89 മതി. 18 വേണ്ട വേണ്ട. ഇങ്ങനത്തെ പിള്ളേർക്കൊക്കെ അത്രേ ഉള്ളൂ. അത് മതി. ഇത് എന്ത് ചെയ്താ കൂട്ടാൻ പറ്റും? വേണ്ട വേണ്ട വേണ്ട. അല്ലെ 90 കൊടുത്തേക്കാം. പോട്ടെ. ശരി 90. 99. 99. ഏപ്പാ ഒന്ന് പോയേ. പിന്നെ 99. 90. അത് മതി. അത് വേണ്ട വേണ്ട വേണ്ട. So today we are giving you 90. അയ്യോ കഴിഞ്ഞല്ലേ? Plus 9. 99 out of 100. Thank you. ആടി ഒരു വെള്ളിച്ചിരങ്കപ്പൂക്കുട്ടി. Thank you. ചക്കര നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എത്ര സംസാരിക്കുന്നു. പോയവിടുന്ന്. ഒന്ന് പോയവിടുന്ന്. ബൈ ബൈ. സീ യു. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ ഇക്ലിയാക്കാം.